ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും ഊണൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് ചെയ്തിരിക്കുകയല്ലേ? അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കുറുമ റെഡിയാക്കിയാലോ? ഒരു തക്കാളി കുറുമയാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട കേട്ടോ. കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറുമ തയ്യാറാക്കാം. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു തക്കാളി കുറുമ തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 4 തക്കാളി ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയ സവോള എടുത്തിട്ട് ചെറിയ പീസുകളായിട്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഒന്ന് കുറുകെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 3 പച്ചമുളക്, 2 പീസ് ഇഞ്ചി, ഇത്രയുള്ള 2 പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. 3-4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി അല്ലിയാണ്. പിന്നെ 1/2 കപ്പ് തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ വീട്ടിൽ കോമൺ ആയിട്ട് എപ്പോഴും ഉള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. അപ്പോൾ ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കണം. അരപ്പ് റെഡിയാക്കിയിട്ടാണ് നമ്മൾ കുറുമ റെഡിയാക്കാൻ പോകുന്നത്. അരപ്പ് റെഡിയാക്കാനായിട്ട് നമുക്ക് ഈ തേങ്ങയിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചേർത്തൊന്ന് അരച്ചെടുക്കണം. നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ 3 പച്ചമുളക്, പിന്നെ ഒരു 5 കാഷ്യൂനട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ കറിക്കൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ കയ്യിൽ കാഷ്യൂനട്ട് ഇല്ലെങ്കിൽ കോൺഫ്ലവർ ചേർക്കാം. കാഷ്യൂനട്ട് ഉണ്ടെങ്കിൽ കാഷ്യൂനട്ട് ചേർക്കാണ് ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/2 കപ്പ് തേങ്ങ ചിരവിയത്, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ആദ്യം കുറച്ച് വെള്ളത്തിൽ അരയ്ക്കാം, അതിനുശേഷം കുറച്ചുകൂടി വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. ഇത് ഞാനൊന്ന് അരച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ തേങ്ങയുടെ മിക്സ് നമ്മളിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. നമ്മുടെ പാൻ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. ഞാൻ വെളിച്ചെണ്ണയിലാണ് ഈ ഒരു കുറുമ ചെയ്യുന്നത്. നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിലിൽ ചെയ്യണമെങ്കിൽ വെജിറ്റബിൾ ഓയിലിൽ ചെയ്യാം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണയെ ചേർത്തിട്ടുള്ളൂ, ഒരുപാട് വെളിച്ചെണ്ണ നമുക്ക് വേണ്ട. ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു 2 പീസ് പട്ട എടുത്തിട്ടുണ്ട്, അതൊന്ന് ചെറുതായിട്ട് ഒടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക്, 4 ഗ്രാമ്പു, 3 ഏലക്ക, ഇത്രയാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഇതൊന്ന് ചൂടായി തുടങ്ങുമ്പോൾ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടി ചേർക്കുന്നുണ്ട്, നമ്മുടെ വലിയ ജീരകം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പെരിഞ്ജീരകമൊക്കെ ഒന്ന് പൊട്ടി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സവോള ഒന്ന് കളർ മാറി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇതിലേക്ക് തേങ്ങാപ്പാലോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ചേർക്കണ്ട കേട്ടോ. നമ്മുടെ ഈ ഒരു തേങ്ങയുടെ അരപ്പല്ലാതെ തേങ്ങാപ്പാലോ ഒന്നും ചേർക്കണ്ട. പിന്നെ നിങ്ങൾ കാഷ്യൂനട്ട് ചേർക്കുന്നില്ലെങ്കിൽ കോൺഫ്ലവർ ചേർക്കേണ്ട സമയം എപ്പോഴാണെന്ന് ഞാൻ പറയാം. 2 ടേബിൾ സ്പൂണോ 1.5 ടേബിൾ സ്പൂണോ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സവോള ഒന്ന് കളർ മാറി വരട്ടെ. അപ്പോൾ നമ്മുടെ സവോളയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. ഗരം മസാലയുടെ ഫ്ലേവർ വേണ്ട എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ കൂടുതലൊരു ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ കുറുമയ്ക്ക്. വേറെ നമ്മളിതിലേക്ക് പൊടികളൊന്നും ചേർക്കുന്നില്ല. ഗരം മസാല ഒന്ന് കുക്കായി വരാനായിട്ട് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഉണ്ടല്ലോ, ആ തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തിട്ട് ഒരുപാട് വഴച്ചെടുത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് ചൂടായി വരണം, അത്രേ ഉള്ളൂ. ഒരുപാട് അങ്ങോട്ട് ഓവർ കുക്കായി പോകരുത് തക്കാളി. തക്കാളി ചേർത്തൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ഗ്രേവിയോടുകൂടി ഇപ്പോൾ റെഡിയാക്കിയാലേ നമ്മുടെ കുറുമ റെഡിയായി വരുമ്പോൾ കറക്റ്റ് അളവിൽ ഗ്രേവി ആയി കിട്ടുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3/4 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാൻ അരച്ചത് കൂടാതെ 1 കപ്പ് വെള്ളമാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത്.
ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ഈ തക്കാളിക്കും കൂടി ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ആദ്യം സവോളയ്ക്ക് മാത്രം ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ചേർത്തത്. ഇനി തക്കാളിക്കും കൂടി ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പ് ചേർക്കുന്നുള്ളൂ. ഇനി ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെക്കുക. വലിയ ബർണറിലാണെങ്കിൽ, ചെറിയ ബർണറിലാണെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുക. ഒരുപാട് തക്കാളി ഉടഞ്ഞു പോകാത്ത രീതിയിൽ ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം. അപ്പോൾ അതൊന്ന് തിളച്ച് കുക്കായി വരട്ടെ. തിളച്ചതിന് ശേഷം ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. കൂടുതൽ ഹൈ ഫ്ലെയിമിലായി പോകരുത് വെക്കുന്നത്, ഒരു മീഡിയം ഫ്ലെയിമിലായിരിക്കണം വെക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ കറി തിളച്ചു തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് ആയി. ഇത് കണ്ടോ, നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു പിഞ്ച് പഞ്ചസാര ചേർക്കുക. ജസ്റ്റ് ആ തക്കാളിയുടെ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനാണ് ഒരു പിഞ്ച് പഞ്ചസാര ചേർക്കുന്നത്. ഇനി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചപ്പാത്തിയുടെയോ അപ്പത്തിൻ്റെയോ ഇടിയപ്പത്തിൻ്റെയോ ഒക്കെ കൂടെ ചേർത്ത് കഴിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ കുറച്ച് ലൂസായിട്ടുള്ള ഗ്രേവിയാണ്. ഇത് ഒന്നുകൂടി ഒന്ന് കുറുകി വരും കേട്ടോ. ചൂട് മാറി വരുന്നതനുസരിച്ച് ഗ്രേവി കുറുകി വരും, നമ്മൾ കാഷ്നട്ട് ചേർത്തതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ കോൺഫ്ലവർ ആണ് ചേർക്കുന്നതെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ച് വെള്ളത്തിൽ കോൺഫ്ലവർ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ. അതിനുശേഷം ഒരു 2 മിനിറ്റും കൂടി തിളപ്പിക്കുക. അപ്പോൾ കോൺഫ്ലവറിൻ്റെ റോ ടേസ്റ്റ് ഒന്ന് മാറി വരാനായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇനിയിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഒരുപാട് ഇളക്കിയിട്ട് നമ്മുടെ തക്കാളി ഉടഞ്ഞു പോരുത്. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുറുമ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂട് കുറഞ്ഞിട്ട് നമുക്ക് ചപ്പാത്തിയുടെയോ അപ്പത്തിൻ്റെയോ ഒക്കെ കൂടെ ചേർത്ത് കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ടൊമാറ്റോ കുറുമ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ ഈ ഒരു റെസിപ്പി ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.